പരിമിതികളുള്ളവനാണ്. പക്ഷേ നീ എന്നെ പറുദീസയിൽ ഓർക്കുകയാണെങ്കിൽ എനിക്ക് മതി. അപ്പോൾ ഈ മനോഹരമായ പ്രാർത്ഥന, ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമുക്ക്, പറുദീസയിൽ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ട്, എസ്ട്രേട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ പറുദീസയിൽ ദൈവം അപ്പച്ചനെ ഓർക്കുന്ന ഒരു സമയമാണ്. അപ്പച്ചൻ ജീവിതകാലം മുഴുവൻ തന്നെ ഈ അൾത്താരയിൽ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈശോയെ പറുദീസയിൽ എന്നെ ഓർക്കണമേ. ഈശോ അപ്പച്ചനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞ ദിവസം മനോഹരമായ ഒരു ദിവസമാണ്. രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക് ഇടയിലുള്ള ഒരു മുഹൂർത്തത്തിലാണ് അപ്പച്ചൻ മരണപ്പെട്ടത്. ഈശോയുടെ കരുണയുടെ തിരുനാളിൻ്റെ അവസാന മണിക്കൂറിൽ, അതായത് അപ്പച്ചൻ ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. ആനി സിസ്റ്റർ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അപ്പച്ചൻ അങ്ങനെ വെക്കലില്ലായിരുന്നു. ഒരു 3 മാസമായിട്ട് അപ്പച്ചൻ ലിക്വിഡ് ഫുഡ് വളരെ നിർബന്ധിച്ച് കഴിയുമ്പോൾ മാത്രം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ആനി സിസ്റ്റർ വെള്ളം കൊടുത്തു. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പച്ചൻ തന്നെ കയ്യിൽ പിടിച്ച് കൊടുത്തു, കുടിച്ചു. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു, വീണ്ടും കുറച്ച് വെള്ളം കുടിച്ചു. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം കുടിച്ചു. ഒരു പരവശം എന്ന് പറയുന്ന അപ്പം അങ്ങനെ ഒരു 11:30 മണി കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ആനി സിസ്റ്റർ കിടന്നു, അമ്മിച്ചി കിടന്നു. ആനി സിസ്റ്ററും അമ്മിച്ചിയും മാത്രം, പിന്നെ വലിയേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടൻ കിടന്നു. ഒരു 2 മണി 2:30 ആയപ്പോൾ പെട്ടെന്ന് ആനി സിസ്റ്റർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ ഒരമ്മയുടെ തോളിൽ ഒരു കുഞ്ഞ് കിടക്കുന്നത് പോലെ കൈ തലയുടെ കീഴിൽ ഇങ്ങനെ വെച്ച്, ഒരു സാധാരണ മനുഷ്യൻ വളരെ നോർമലായിട്ട് ഉറങ്ങുന്നത് പോലെ അപ്പച്ചൻ ഉറങ്ങുന്നത് കണ്ടു. അപ്പച്ച എന്ന് വിളിച്ചു. അപ്പച്ചൻ എഴുന്നേറ്റില്ല. അങ്ങനെയായിരുന്നു അപ്പച്ചൻ്റെ മരണം. കഴിഞ്ഞ ഞായറാഴ്ച മിഡ്നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച മംഗളവാർത്താ തിരുനാളാണ് സഭ ആഘോഷിച്ചത്. ആ മംഗളവാർത്താ തിരുനാളിൻ്റെ ആദ്യ മണിക്കൂറിൽ കരുണയുടെ കവാടത്തിലൂടെ, കരുണയുടെ തിരുനാളിൻ്റെ മുഴുവൻ അഭിഷേകവും സ്വീകരിച്ച്, കരുണയാണ് ഞാൻ കരുണയുടെ വാതിലിലൂടെ ഉള്ളൊരു പ്രവേശനമാണ് അപ്പച്ചന് സ്വർഗത്തിലേക്ക് കിട്ടിയത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനുവരി 5-ാം തീയതി അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച കൂടുതൽ ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കൂടുതൽ നാള് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ചോദിക്കാൻ കാരണം ഉണ്ടായിരുന്നു. ഡിസംബർ 25-ാം തീയതി കാലത്ത് അപ്പച്ചൻ സ്കൂട്ടറിന്, ഓർക്കണം അപ്പച്ചന് 93 വയസ്സുണ്ട്. അപ്പച്ചൻ പതിവ് പോലെ എല്ലാ ദിവസവും അപ്പച്ചൻ്റെ ഷെഡ്യൂളാണ് വീട്ടിൽ നിന്ന് 5 മണിക്ക് സ്കൂട്ടർ എടുത്ത് പോരുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ഡിസംബർ 25-ാം തീയതി അപ്പച്ചൻ സ്കൂട്ടറുമായിട്ട് പള്ളിയിൽ വന്നു. ക്രിസ്തുമസിൻ്റെ കുർബാനയിൽ പങ്കെടുത്തു. വികാരിച്ചനെ ഗ്രീറ്റ് ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ അപ്പച്ചൻ പള്ളിയിലേക്ക് വരുന്നത് ഇന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 26-ാം തീയതി അപ്പച്ചന് പള്ളിയിൽ വരാൻ പറ്റിയില്ല. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി. വികാരിച്ചനെ വിളിച്ചു. ജോഷിയച്ചൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ ഒരാഗ്രഹം പറഞ്ഞു. വികാരിച്ചൻ വീട്ടിൽ വന്നപ്പോൾ ഒരാഗ്രഹം പറഞ്ഞു, അച്ഛൻ എനിക്ക് അന്ത്യകൂദാശ തരണം. ഡിസംബർ 26-ാം തീയതി അപ്പച്ചൻ വികാരിയച്ഛൻ്റെ മുഖത്ത് നോക്കി കൂളായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ പറയാണ്, എനിക്ക് അന്ത്യകൂദാശ തരണം. അപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, അതിനെന്താണ് അപ്പച്ച, നാളെ വരാം, ഞാനിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നാളെ ഒരുങ്ങി വരാം, ദിവ്യകാരുണ്യം കൊണ്ടുവരാം, തൈലമൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പച്ചൻ ഷേവൊക്കെ ചെയ്ത് റെഡി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പച്ചൻ 26-ാം തീയതി സ്വയം ഷേവൊക്കെ ചെയ്ത് 27-ാം തീയതി വികാരിച്ചൻ വന്നു. അപ്പച്ചൻ നിന്നുകൊണ്ട് കൂദാശകളൊക്കെ സ്വീകരിച്ചു, ദിവ്യകാരുണ്യമൊക്കെ സ്വീകരിച്ചു, എല്ലാം സ്വീകരിച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു,
ഇനി മരിക്കുമ്പോൾ നിങ്ങൾക്ക് ചരമ അറിയിപ്പിൽ ഇങ്ങനെ എഴുതാം, അപ്പച്ചൻ ആത്മാവിന് വേണ്ട കൂതാശകളെല്ലാം സുബോധത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോയി മരിച്ചു എന്ന് എഴുതാമെന്ന് 27-ാം തീയതി, ഡിസംബർ 27-ാം തീയതി അപ്പച്ചൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ജനുവരിയിൽ ബാനി സിസ്റ്റർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാം. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ മുത്തുച്ചേട്ടനും ചേച്ചിമാരും എല്ലാവരും, US-ലുള്ള ചേച്ചി ഒഴിച്ച് കുഞ്ഞേച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അന്നാണ് അച്ഛൻ ഞാൻ ചോദിക്കുന്നത്, അപ്പച്ച കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു, ചതിക്കല്ല ചങ്ങാതി എന്ന് പറഞ്ഞു. ചതിക്കല്ല ചങ്ങാതി, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്, അപ്പച്ചന് നല്ല മരണം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ ആ സമയം മുതൽ ഡിക്ലൈനിങ്ങിലായിരുന്നു. CT സ്കാനൊക്കെ എടുത്തപ്പോൾ ലങ്സ് അഫക്റ്റഡ് ആണെന്ന് കണ്ടു. ഇനി പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല, നമുക്ക് അപ്പച്ചൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ജനുവരി 6-ാം തീയതി സാധാരണ വീട്ടിൽ അപ്പച്ചനാണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അന്നും അപ്പച്ചൻ തന്നെയാണ് ലീഡ് ചെയ്തത്. 5-ാമത്തെ ദിവ്യരഹസ്യം അപ്പച്ചൻ എപ്പോഴും എഴുന്നേറ്റ് നിന്ന് അപ്പച്ചന് കൈ ഉയർത്താൻ പറ്റുന്ന ആ ദിവസം വരെ അപ്പച്ചൻ കൈ ഉയർത്തിപ്പിടിച്ച് 5-ാമത്തെ ദിവ്യരഹസ്യം എഴുന്നേറ്റ് നിന്ന് അപ്പച്ചൻ തന്നെ അത് ചൊല്ലും. അങ്ങനെ ചൊല്ലി അതിനുശേഷം ഞങ്ങൾ അപ്പച്ചന് സ്തുതിയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ, അപ്പച്ചൻ കഴിഞ്ഞ 20 വർഷത്തിലേറെ ആയി അപ്പച്ചൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. അപ്പച്ചൻ ഉച്ച മുതൽ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വരെ ഫാസ്റ്റിംഗ് ആണ്. അപ്പച്ചന് ചില നിയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 20 വർഷം ഒരു നേരം എടുത്ത 20 വർഷത്തിലധികം വൈകുന്നേരത്തെ ഭക്ഷണം, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ കട്ടിയുള്ള ഒരു ഭക്ഷണവും പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കില്ല. ഞങ്ങളുടെയൊക്കെ നിയോഗങ്ങൾ വെച്ചാണ് അപ്പച്ചൻ ആ ഫാസ്റ്റിങ് നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ മക്കൾക്ക് വേണ്ടിയും നിയോഗങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു നിയോഗം, എനിക്ക് പലർക്കും അറിയാവുന്നതുപോലെ വായയിൽ കുരുക്കൾ വരുന്ന ഒരു അസുഖമുണ്ട്. 30 കൊല്ലമായിട്ട് ആ രോഗമുണ്ട്, വന്നും പോയിക്കൊണ്ടിരിക്കും. ആ ഒരു നിയോഗത്തിന് വേണ്ടി അപ്പച്ചൻ ത്യാഗം എടുക്കുമായിരുന്നു. ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പച്ചൻ ഞങ്ങൾ സ്തുതിയൊക്കെ കൊടുത്ത് അപ്പച്ചൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞാൻ നോക്കി, അപ്പച്ചൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കി എന്ത് പ്രാർത്ഥനയാണ് അപ്പച്ചൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന ജനുവരി 6 അപ്പച്ചൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ. അപ്പോൾ ആ പ്രാർത്ഥന അപ്പച്ചൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറകിൽ നിന്ന് എത്തി നോക്കിയിട്ട് തിരിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ആ ദിവസം മുതൽ അപ്പച്ചന് വേണ്ടി നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറയുകയല്ല, അപ്പച്ചൻ തന്നെ അത് പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ് ഒരു 3 ദിവസം അപ്പച്ചൻ്റെ കൂടെ ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ ബുധനാഴ്ച രാത്രി വരെ അപ്പച്ചൻ്റെ കൂടെ നിൽക്കാനായിട്ട് സാധിച്ചപ്പോൾ അപ്പച്ചൻ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരമായിട്ട്. നമ്മൾ അപ്പച്ചൻ്റെ ചവിട്ടിൽ ചൊല്ലുകയല്ല, അപ്പച്ചൻ ചൊല്ലുകയാണ്, ഈശോ മറിയ ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ, ഈശോ മറിയ ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ മരണത്തിന് വേണ്ടി കൃത്യമായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. ഈ 93 വയസ്സ് വരെ എങ്ങനെ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പരാതികളില്ലാതെ പ്പെട്ടവരെ കഴിഞ്ഞ 3 മാസം അപ്പച്ചൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 3 മാസത്തിനുള്ളിൽ അപ്പച്ചൻ ഒരു ഇത്തിരി ദീർഘമായിട്ട് കിടക്കുന്നത് മരണത്തിന് ശേഷമാണ്. അപ്പച്ചന് കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കിടന്നാൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. ഞാൻ പറയും എന്തോ ഒരു നൊമ്പരം, അത്ര പറയുള്ളൂ. വേദന എന്ന് പറയുന്നൊരു വാക്ക്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നൊരു വാക്ക് അപ്പച്ചന് കിടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇരുന്നുറങ്ങുന്നു. ഉറങ്ങിയാൽ പോരെ, ഇരുന്നാണെങ്കിലും. അപ്പൊ ഇരുന്ന് ടേബിളിൽ കൈവച്ചാണ് അപ്പച്ചൻ കഴിഞ്ഞ 3 മാസങ്ങൾ ഉറങ്ങിയത്. എങ്കിലും ഒരിക്കൽ പോലും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു പരാതി, എനിക്ക് വേദന എടുക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി അപ്പച്ചൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വേദനകളെല്ലാം
ഞങ്ങൾക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി അപ്പച്ചൻ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദ ലോർഡ്. അപ്പച്ചൻ്റെ ഒരു ഷെഡ്യൂളുണ്ട്. ഒരു 93 വയസ്സ് വരെയൊക്കെ ഇതുപോലെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ്. അപ്പച്ചൻ 3 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. 3 മണിക്ക് എഴുന്നേറ്റിട്ട് ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി 4:30 മണി വരെയുള്ള സമയം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ 4 മണിക്കാണ് വീട്ടിൽ വരുന്നതെങ്കിൽ പലപ്പോഴും കണ്ണൂരിൽ നിന്ന് ഞാൻ യാത്ര ചെയ്ത് വീട്ടിലെത്തുന്ന സമയം ഒരു 4 മണിയായിരുന്നു. 4 മണിക്ക് വീട്ടിലെത്തുമ്പോൾ അപ്പച്ചൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പച്ചൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്ന് സ്തുതി പറഞ്ഞാൽ സ്തുതി സ്വീകരിക്കുന്നല്ലാതെ എപ്പോൾ വന്നു, എന്താ വന്ന എന്താണെന്നൊന്നും ചോദിക്കില്ല. ബൈബിൾ അത് വായിച്ച് കഴിഞ്ഞിട്ടേ സംസാരമുള്ളൂ. പോയി കിടന്നോളം പറയും. അങ്ങനെ 4:30 അപ്പച്ചൻ ഒരു ചായയൊക്കെ ഉണ്ടാക്കി. അപ്പം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു ചായയൊക്കെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. കുടിച്ചോ എന്ന് പറയുന്ന ഒരു 92 വയസ്സുള്ള ഒരു അപ്പച്ചൻ. അതിനുശേഷം 5 മണിക്ക് എല്ലാ ദിവസവും അപ്പച്ചൻ വീട്ടിൽ നിന്ന് അപ്പച്ചൻ്റെ 2 വീലറുമായിട്ട് ഇലക്ട്രിക്കൽ സ്കൂട്ടറുമായിട്ട് അപ്പച്ചൻ ഇറങ്ങും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ പരിപാടി കമന്നടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അപ്പച്ചനും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പച്ചൻ മുട്ടുകുത്തിയല്ല പ്രാർത്ഥിക്കുന്നത്. ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ അപ്പച്ചൻ കമന്നടിച്ച് കിടന്ന് അവിടെ ആ ബെഞ്ചിന്റെ 3-ാമത്തെ വരിയിൽ ജോസേട്ടനും ബേബിച്ചേട്ടനൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് അപ്പച്ചൻ ഇരിക്കുന്നത്. അവിടെ കമന്നടിച്ച് കിടന്ന് കുറച്ചു നേരം തല തറയിൽ ഇടിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ദേവാലയത്തിലെ പ്രാർത്ഥന തുടങ്ങുന്നത്. 5:30 ആദ്യത്തെ ജപമാല അപ്പച്ചനാണ് അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പച്ചൻ ജപമാല ചൊല്ലുമ്പോൾ, അവിടെ ഇരുന്ന് ചൊല്ലുമ്പോൾ സാക്രിസ്റ്റിയിലുള്ളവർക്ക് അസ്വരം കൃത്യമായിട്ട് കേൾക്കാം. 6 മണിക്ക് ദിവ്യബലി, 6:30 വീണ്ടും ജപമാല. ആ ജപമാല കഴിഞ്ഞ് 7 മണിക്ക് കുർബാനയ്ക്ക് മുമ്പ്, 7 മണിക്ക് വീണ്ടും കുർബാനയുണ്ട്. അതിനു മുമ്പ് അപ്പച്ചൻ വീട്ടിലേക്ക് പോരും. എല്ലാ ശനിയാഴ്ചയും, ഇന്നലെ നമ്മുടെ മുൻ വികാരി അച്ഛൻ ജോഷിയച്ഛൻ വന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത്. എല്ലാ ശനിയാഴ്ചയും അപ്പച്ചൻ കുമ്പസാരിക്കുകയും കുമ്പസാരം കഴിഞ്ഞ് വികാരിയച്ഛനെ കെട്ടിപ്പിടിച്ച് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ ശനിയാഴ്ചയും തിരിച്ച് വീട്ടിലേക്ക് വന്നിരുന്നത്. ഉച്ചയ്ക്ക് ഇതുപോലെ 3 മണിക്ക് കരുണക്കൊന്ത ശാലോൺ ടി വിയിൽ ശാലോൺ ടി വിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ ഉണ്ട്. നന്ദി പറയുന്നു. ശാലോൺ ടി വിയിൽ കരുണക്കൊന്ത കൂടി. വൈകിട്ട് 7:30 വീണ്ടും ജപമാല. അപ്പച്ചൻ്റെ 93-ാമത്തെ വയസ്സിലും ഏറ്റവും ചെറിയ ബൈബിളിലെ ഏറ്റവും ചെറിയ അക്ഷരം പോലും അപ്പച്ചന് ഒരു സ്പെക്സുമില്ലാതെ വായിക്കാൻ പറ്റുമായിരുന്നു. അപ്പച്ചൻ ജപമാലയൊക്കെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാർത്ഥനകളും ചൊല്ലിയതിന് ശേഷം വൈദികർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിയിരുന്ന അപ്പച്ചനാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. അപ്പച്ചൻ ജപമാല ചൊല്ലുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു അപ്പച്ചൻ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന്. അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അപ്പച്ചൻ എല്ലാ ദിവസവും, ഞങ്ങളൊക്കെ സെമിനാരിയിലായിരുന്നപ്പോൾ, ഫ്രാൻസിനച്ഛനും ഞാനും സെമിനാരിയിലായിരുന്ന സമയത്ത് അമ്മിച്ചിയാണ് ദൈവവിളി സ്വീകരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്, വൈദിക. പക്ഷെ അച്ഛനായതിനു ശേഷം അപ്പച്ചനാണ് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വൈദിക വർഷം കഴിഞ്ഞെങ്കിലും വീട്ടിൽ എല്ലാ ദിവസവും വൈദികർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലും. അപ്പൊ ആനി സിസ്റ്ററും മിനി സിസ്റ്ററും ഒക്കെ ചോദിച്ചു, അപ്പൊ ഞങ്ങൾക്കുള്ള പ്രാർത്ഥനയില്ലേ? അപ്പൊ സന്യാസ വർഷം നടന്നപ്പോൾ അപ്പച്ചന്റെ കയ്യിൽ ഒരു പ്രാർത്ഥന കിട്ടി. സമർപ്പിത വർഷത്തിൽ അപ്പച്ചന്റെ കയ്യിൽ കിട്ടിയ പ്രാർത്ഥനയാണ് സമർപ്പിതർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ അന്ന് മുതൽ, ഇത് കയ്യിൽ കിട്ടിയ സമയം മുതൽ അപ്പച്ചന് വായിക്കാൻ പറ്റുന്ന, സ്വരമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമായിട്ട് അപ്പച്ചന് അത് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയം വരെ സമർപ്പിതർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വീട്ടിൽ ചൊല്ലാറുണ്ട്. അപ്പൊ കുടുംബജീവിതം നയിക്കുന്ന 3 പേരുണ്ട്. വലിയേച്ചിയുണ്ട്, വലിയേട്ടനുണ്ട്, കുഞ്ഞേച്ചിയുണ്ട്. അപ്പോ കുടുംബവർഷം നടന്നപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്കുള്ള പ്രാർത്ഥന അപ്പച്ചന്റെ കയ്യിൽ കിട്ടി. അപ്പൊ ആ വർഷം മുതൽ മുടങ്ങാതെ ഈ 3 പ്രാർത്ഥനയും
കുടുംബവർഷം കഴിഞ്ഞെങ്കിലും, സമർപ്പിത വർഷം കഴിഞ്ഞെങ്കിലും, വൈദികർക്ക് വേണ്ടിയിട്ടുള്ള വർഷം കഴിഞ്ഞെങ്കിലും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ അപ്പച്ചനോട് ഒരു പ്രാവശ്യം അപ്പച്ചൻ ആവിലയിൽ വന്നപ്പോൾ, അപ്പച്ചൻ ആവിലയിൽ വന്ന് ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പച്ചൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയാറുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യത്തോടും കൂടെ 21 പ്രാവശ്യം ഈശോയേന്ന് വിളിക്കണമെന്ന്. അപ്പച്ചനോട് ഞാനത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല, പൊതുവായിട്ട് വിളിച്ചു പറയുന്നത് അപ്പച്ചൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പിറ്റത്തെ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ജപമാല ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഓരോ രഹസ്യത്തോടു കൂടെ 21 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് അപ്പച്ചനും വീട്ടുകാരെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഒരു ദിവസം 100 കണക്കിന് തവണ യേശുനാമം വിളിച്ച്, അത് മാത്രമല്ല കൃത്യമായിട്ട് അപ്പച്ചൻ്റെ കൂടെ ഏറ്റവും അവസാനം ജപമാല ചൊല്ലാൻ പറ്റാത്ത ഒരു സമയമായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അപ്പച്ചൻ 21 പ്രാവശ്യം ഈശോയെന്ന് വിളിക്കാം. അപ്പോൾ സ്വരം വരുന്നില്ല എങ്കിലും അപ്പച്ചൻ്റെ കരങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, 18 3 കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ പ്രാർത്ഥനയിലും അപ്പച്ചൻ്റെ ഓർമ്മ എപ്പോഴും വളരെ, ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും ഓർക്കുന്ന തരത്തിൽ എല്ലാം ഓർക്കുന്ന, മെമ്മറിക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കർത്താവ് ഇതുവരെ എത്തിച്ചതിന്, അപ്പൊ അതിൻ്റെ പിറകിൽ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പച്ചനിലൂടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും ഓർത്ത് ഇനിയും പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പച്ചൻ്റെ ഈ ഒരു ജീവിത ശൈലിയാണ്. അതായത് കർത്താവിനോടുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ഒരു വീട്ടിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു കാര്യം വൈകുന്നേരത്തെ പ്രാർത്ഥനയാണ്. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റിൽ അപ്പച്ചൻ കൂടെ പറയാറുള്ള ഒരു കാര്യമാണ്, ഉടയതമ്പുരാന്റെ കൃപയാണ് എല്ലാം. അപ്പച്ചൻ പറയാറുണ്ട്, അപ്പച്ചൻ 4.5 ക്ലാസ്സാണ് പഠിച്ചത്. 4.5 ക്ലാസ് പഠിച്ച അപ്പച്ചന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കാർ ഉദ്യോഗം ലഭിക്കുകയും 55 വയസ്സുവരെ സർവീസിൽ തുടരുകയും തുടർന്ന് ഏകദേശം 33 വർഷത്തോളം റിട്ടയർമെന്റ് ജീവിതം നയിക്കുകയൊക്കെ ചെയ്ത് അപ്പച്ചൻ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, നല്ല കള്ളനെ പോലെ പ്രാർത്ഥിക്കുകയാണ്, പറുദീസയിൽ എന്നെ ഓർക്കണമേ. അവസാന ഞായറാഴ്ച കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വരാനായിട്ട് സാധിച്ചു. ഒറീസയിൽ 1 മാസം ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അപ്പച്ചൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഒറീസയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാണ് എന്നെ ഒറീസയ്ക്ക് വിട്ടത്. എനിക്ക് ഉറപ്പായിരുന്നു അപ്പച്ചൻ ഉണ്ടാവും. അവസാന ഞായറാഴ്ച ശുശ്രൂഷകൾ കഴിഞ്ഞ് തിങ്കളാഴ്ച വീട്ടിൽ വന്നു. അപ്പച്ചനെ ചൊവ്വാഴ്ച രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. വലിയ ബുധനാഴ്ച മൂത്ത ചേട്ടനെ, വലിയേട്ടനെ അടുത്ത് വിളിച്ച് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം അപ്പച്ചൻ്റെ ചില ബോധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ചേട്ടനോട് അപ്പച്ചൻ പറഞ്ഞു, ജോജു മോനെ, അപ്പച്ചന് കുറെ പോരായ്മകളുണ്ട്. രണ്ടുപേരും നല്ല പ്രാർത്ഥനയിലിരിക്കുന്ന ഒരു സമയത്ത് അപ്പച്ചനും ചേട്ടനും മാത്രം ആശുപത്രി മുറിയിലുള്ളപ്പോൾ അപ്പച്ചൻ ചേട്ടനോട് പറഞ്ഞു, അപ്പച്ചന് കുറെ പോരായ്മകളുണ്ട്. ഈ പോരായ്മകൾ ഇപ്പോൾ അനുഭവിക്കുന്ന സഹനത്തിലൂടെ കുറെ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ഈ പോരായ്മകൾ വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അപ്പച്ചന് മരണമുണ്ടാവുകയുള്ളൂ എന്ന് ചേട്ടനോട് പറഞ്ഞു. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ബോധ്യമാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ, ഈ ഭൂമിയിലുള്ള ചില സഹനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിന് വിശുദ്ധീകരണം സംഭവിക്കണം. പക്ഷേ നമ്മുടെ സഹനങ്ങളല്ല ആ വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത കൊണ്ടുവരുന്നത്. അപ്പച്ചൻ അനുഭവിച്ച സഹനങ്ങളല്ല അപ്പച്ചനെ വിശുദ്ധീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ചൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈശോയുടെ കുരിശുമരണമാണ് നമ്മെ നീതിമാന്മാരാക്കി മാറ്റുന്നത്. ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകളാണ്, തിരുരക്ത കടലിലാണ് നമ്മൾ കഴുകപ്പെടുന്നത്. ഈശോയുടെ തിരുരക്തത്തിന്റെ കടലിൽ കഴുകപ്പെടുകയും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും കരുണയുടെ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കുകയുമാണ്. അങ്ങനെയാണ് നമ്മൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത്, നമുക്ക് മഹത്വീകരണം ഉണ്ടാകുന്നത്. മനോഹരമായി പ്രൊഫഷാളച്ചൻ അത് പറഞ്ഞു.
നമ്മൾ ഈശോയുടെ യോഗ്യതകളാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ ഈശോയുടെ മഹത്വത്തിൽ പങ്കുകാരാകുന്നു. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ അപ്പച്ചനെ നമ്മൾ യാത്ര അയക്കുകയാണ്. അപ്പച്ചനെ യാത്ര അയക്കുമ്പോൾ 64 വർഷമായി അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട്. 63ാമത്തെ വെഡിങ് ആനിവേഴ്സറി വരെ ഞങ്ങൾ ആഘോഷിച്ചതാണ്. ഈ 64ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് അഭിമന്യ ചക്കാലക്കൽ പിതാവ് വരാമെന്ന് നേരത്തെ തന്നെ ഒരു 2-3 മാസം മുമ്പ് തന്നെ ഡേറ്റ് ഒക്കെ പിതാവ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിതാവ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ വരുമെന്ന്. അപ്പോൾ അങ്ങനെ 64 വർഷം നീണ്ടു നിന്ന ഒരു ദാമ്പത്യ ജീവിതം അമ്മച്ചിക്ക് സമ്മാനിച്ചിട്ടാണ് അപ്പച്ചൻ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. അപ്പച്ചനോട് കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച, ഇന്ന് ബുധനാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അപ്പച്ചനും അമ്മച്ചിയും ഫ്രാൻസിനച്ഛനും കുഞ്ഞേച്ചിയും ചേട്ടനും ഒഴിച്ച് ഞങ്ങൾ ബാക്കി എല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഉച്ചയ്ക്ക് അപ്പച്ചൻ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഒരുമിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ഒരു ഉമ്മ കൊടുക്ക അപ്പച്ചാന്ന് പറഞ്ഞു. അപ്പച്ചൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് മനോഹരമായ ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒന്നുകൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് വരെ, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് വരെ അത്രയും സമയം അമ്മച്ചിക്ക് ഉമ്മ കൊടുത്ത്, അതുപോലെ എപ്പോൾ ഉമ്മ കൊടുക്കാൻ പറഞ്ഞാലും അപ്പച്ചനൊരു മടിയില്ല. അതുപോലെ ഈ 64 വർഷങ്ങൾ ദാമ്പത്യ ജീവിതം നയിച്ച് അപ്പച്ചൻ കടന്നു പോകുമ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആ ബന്ധത്തിലെ 2 ചെറിയ സംഭവങ്ങൾ പെട്ടെന്ന് അച്ഛൻ പറയാം. ഒരു ദിവസം സെമിനാരിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കിടന്നുറങ്ങാണ്. വീട്ടിൽ മോർണിംഗ് പ്രയർ ഉണ്ട്. കാലത്തുള്ള കൊന്തയുടെ സമയത്ത് ഞാൻ കിടക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, അമ്മച്ചി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പിടിച്ച് കൊന്ത ചൊല്ലുന്നു. അപ്പച്ചൻ അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് ജപമാല ചൊല്ലുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, തിരുനാളുകൾക്ക് മുമ്പാണ്. മറ്റൊരു ചിത്രം, അപ്പോ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനാണ് കടന്നു പോകുന്നത്, ഒരു ഭർത്താവാണ് കടന്നു പോകുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ ഒരു പ്രാവശ്യം അപ്പച്ചൻ ഇത്തിരി ലേറ്റ് ആയിട്ട് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ അപ്പച്ചൻ സ്കൂട്ടറിന് വളരെ സ്ലോവിൽ ഓടിച്ചു വരികയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചി മുമ്പിൽ നടക്കുന്നുണ്ട്. അമ്മച്ചിക്ക് ഈ സ്കൂട്ടറിന്റെ ലൈറ്റ് കിട്ടാവുന്ന വിധത്തിൽ അത്രയും പതുക്കെ അമ്മച്ചി സ്കൂട്ടറിൽ കയറില്ല. അപ്പോൾ അത്രയും പതുക്കെ അമ്മച്ചിക്ക് വേണ്ടി ലൈറ്റ് അടിച്ചു കൊടുത്ത് പുറകെ വരുന്ന ഒരപ്പച്ചനെ ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണം, കല്യാണം കഴിഞ്ഞ 60 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർക്കണം. അതുപോലെ അമ്മച്ചിക്ക് ഒരിക്കലും ഒരു ഷോപ്പിങ്ങിന് പോകേണ്ട വന്നിട്ടില്ല. പാല് വേണമെന്ന് പറയുമ്പോൾ അപ്പച്ചൻ സ്കൂട്ടർ എടുത്ത് പാല് മേടിക്കാൻ പോകും. ഇറച്ചി വേണമെന്ന് പറയുമ്പോൾ അത് മേടിക്കാൻ പോകും. മീൻ വേണമെന്ന് പറയുമ്പോൾ അത് മേടിക്കാൻ പോകും. എല്ലാം വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് മാത്രമല്ല, ഈ ഡിസംബർ വരെ അപ്പച്ചനാണ് വീട്ടിൽ ഇറച്ചി നുറുക്കിയതും മീൻ മുറിച്ചതും ഒക്കെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹം, ദാമ്പത്യ ജീവിതത്തിലെ ഈശോയുടെ സ്നേഹം ഞങ്ങൾ കണ്ടുപഠിച്ചത് അപ്പച്ചനിലൂടെ കുറെയൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ തന്നെ മൂത്ത ചേച്ചി ഇന്നലെ പറയുകയായിരുന്നു, എൻ്റെ മൂത്ത മോളെ എന്ന് വിളിക്കാൻ ഇനി അപ്പച്ചനില്ലെന്ന്. അപ്പച്ചൻ എല്ലാവരെയും അങ്ങനെ എൻ്റെ എന്ന് പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിനച്ഛൻ ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ ഫ്രാൻസിസേ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ധ്യാനത്തിന് പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഓൺ ദ വേ ട്രാവലിങ്ങിലിരുന്ന് അപ്പച്ചനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അപ്പച്ചൻ എൻ്റെ ബീട്രൂട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു. ഒരു ദിവസം യുഎസിൽ നിന്ന് ചേച്ചി ഫോൺ ചെയ്തപ്പോൾ എൻ്റെ മാർഗ്രറ്റ്, എൻ്റെ ജോജു മോനെ, എൻ്റെ ആനിമോളെ, എൻ്റെ മിനിമോളെ, ഇങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരെയും എപ്പോഴും വിളിച്ചിരുന്നത്. അമ്മച്ചിയെ എൻ്റെ എൽസി എന്ന് ആവർത്തിച്ച് പറഞ്ഞാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് പുറപ്പെടുന്ന പരസ്പരമുള്ള ആ സ്നേഹത്തിൻ്റെ ഐക്യം, ഇത് മാതൃകയാക്കാനുള്ള ഒരു കൃപയാണ്. അപ്പച്ചൻ വൈദികർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടാണ്
എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്, ഇന്നലെ കുറേ അച്ഛന്മാർ വന്നപ്പോൾ അമ്മച്ചിയുടെ പേടി ഇങ്ങനെയായിരുന്നു. 12 മണിക്ക് രാത്രി ബാബുളച്ചനും ജെയിംസ് അച്ഛനൊക്കെ വന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, എല്ലാവരും ഇന്ന് തന്നെ വന്ന നാളെ കുർബാനക്കാരും ഉണ്ടാവും. അപ്പോൾ ബാബുളച്ചൻ പറഞ്ഞു, നാളെ കുർബാനക്കൊക്കെ അച്ഛന്മാരുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ഈ ഒരു വൈദിക കൂട്ടായ്മയിൽ ഇങ്ങനെ ഈ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം, അപ്പച്ചൻ വൈദികർ 2 മക്കളെ, അപ്പച്ചൻ്റെ ആഗ്രഹം എല്ലാ മക്കളും, 4 പേരല്ല, എല്ലാ മക്കളും ദൈവവേലയ്ക്ക് പോകണം എന്നതായിരുന്നു. അങ്ങനെ പറയുക മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ അപ്പച്ചൻ, നിങ്ങളുടെ ജോലി ചെയ്യും. ഇപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ, ഒറീസി പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ജോലി ചെയ്യും, നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പച്ച ബുധനാഴ്ചയാണ്, നാളെ വ്യാഴാഴ്ചയാണ്, ആവിലയിൽ പോകണം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യും. മരിച്ചവർ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീ പോയി ദൈവം വചനം പ്രഘോഷിക്ക് എന്ന് പറയുന്ന മനോഭാവമായിരുന്ന ഒരപ്പച്ചന് വേണ്ടി ഈ വചനം പറയാൻ നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സ്വരമിടറാത്തത്. അത് പറയാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് കാലത്താണ് പറഞ്ഞത്, ഞാൻ തന്നെ പറയണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും ചുരുക്കി അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മ ഏറ്റവും ചുരുക്കി നിങ്ങളോട് പറയാണ്. അപ്പച്ചൻ കോവിഡ് സമയത്ത് അപ്പച്ചൻ ആകെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞത്, മടുത്തു എന്ന് പറഞ്ഞൊരു സമയമുള്ളൂ. പള്ളി പോകാതെ വീട്ടിലിരുന്ന് മടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് അപ്പച്ചനെ അമ്മച്ചയും ആവിലയിൽ കൊണ്ടുപോയി. എല്ലാ കോവിഡിന്റെ സമയത്ത് ഒരാഴ്ച എങ്കിലും ദിവ്യബലി കൂടി തൃപ്തിയായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അപ്പൊ ദിവ്യബലി കൂടാതിരിക്കുന്നതാണ്, ദിവ്യബലിയിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് മടുപ്പെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ് ആ കള്ളന്റെ പ്രാർത്ഥന. അപ്പച്ചന്റെ ജീവിതത്തിൽ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ പോരായ്മകൾ ഉണ്ട്. അപ്പച്ചന്റെ ഒരു സെൽഫ് കൺഫെഷനാണ്. ഒത്തിരിയേറെ പോരായ്മകൾ. ഈ പോരായ്മകളെല്ലാം പരിഹരിക്കപ്പെടുന്നത് ഈ അൾത്താരയിലെ ഈ കാഴ്ചവെപ്പ് കർമ്മത്തിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകൾ നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ, അപ്പച്ചൻ നല്ല മദ്യപാനിയായിരുന്നു. അമ്മച്ചിയുടെ നിരന്തരമായ പ്രാർത്ഥന വഴി അപ്പച്ചൻ ഒരു 33 കൊല്ലം മുമ്പ് മദ്യപാനം ഉപേക്ഷിച്ചതാണ്. അപ്പച്ചൻ നല്ല ചെയിൻ സ്മോക്കറായിരുന്നു. അപ്പച്ചൻ ഇതുപോലെ ഡിവൈനിൽ പോയി ധ്യാനത്തിന് പോയി. അപ്പച്ചൻ അന്ന് ഒരു സ്വിച്ച് ഇട്ടതുപോലെ പുകവലി 30 കൊല്ലത്തിലധികമായി അപ്പച്ചൻ അത് നിർത്തിയതാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, കർത്താവിലേക്ക് നമ്മുടെ ബലഹീനതകൾ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, ഇവിടെ വൈദികരും സന്യസ്തരും മാത്രമല്ല, ഒത്തിരിയേറെ അൽമായര് കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഒത്തിരിയേറെ അൽമായരായിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി നാം പറയുകയാണ്, നമ്മുടെ കുറവുകൾ കർത്താവിലേക്ക് കൊടുക്കുമ്പോൾ ഈ വലിയ ഓസ്തിയോടുകൂടെ കർത്താവ് നമ്മളാകുന്ന ചെറിയ ഓസ്തിയെ എടുത്ത് വാഴ്ത്തുകയും നമ്മെ ഒരു തിരുവോസ്തിയാക്കി മാറ്റുകയും ചെയ്യും. ഈശോയുടെ തിരുരക്തമാകുന്ന വീഞ്ഞിനോട് കൂടെ നമ്മുടെ ബലഹീനതകളാകുന്ന ഒരു തുള്ളി ജലം കലർത്തുമ്പോൾ നമ്മുടെ ആ ജലം തിരുരക്തമായി, വീഞ്ഞ് മാത്രമല്ല തിരുരക്തമായി മാറുന്നത്, ആ ജലം കൂടെ, ആ ജലഗണം കൂടെ തിരുരക്തമായി മാറിയതുപോലെ നമ്മൾ ഓരോരുത്തരുമാകുന്ന ആ ഒരു തുള്ളി രക്തം, ഒരു തുള്ളി ജലം തിരുരക്തമായി മാറും. അപ്പച്ചനെ ഇപ്പോൾ നമുക്ക് വീണ്ടും ഈ തിരുവോസ്തിയോടുകൂടെ രക്തത്തോടുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഫ്രാൻസിസ് അച്ഛനോട് നന്ദി പറയും. എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രൊവിൻഷ്യാളച്ചൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രൊവിൻസിന്റെ ഗ്രൂപ്പിൽ പ്രാർത്ഥന റിക്വസ്റ്റ്, അപ്പച്ചൻ രോഗിയാണ് എന്ന് പറയുന്ന പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. അതുപോലെ കോഴിക്കോട് രൂപതയിലുള്ള വൈദികരും കണ്ണൂരുള്ള ശുശ്രൂഷകരും എല്ലാവരും, അനേകായിരങ്ങൾ, ഒത്തിരി സിസ്റ്റേഴ്സ്, എല്ലാവരുടെ അനേക ലക്ഷം മക്കളുടെ പ്രാർത്ഥനകളുമായിട്ടാണ് അപ്പച്ചൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നതെന്ന് ഓർക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒറ്റവാക്കിൽ ഹൃദയം നിറയെ നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചന്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അപ്പച്ചന്റെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് സാധിക്കുന്നവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ,
ഈശോയേ 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 ഈശോ ഈശോ